ഹൈ ഓൾ ദ റിയൽ സിവിൽ എഞ്ചിനീയറിംഗ് ടീമിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ബിൽഡിങ്ങോ അല്ലെങ്കിൽ വീടോ പണിയാനായിട്ട് സ്ഥലം വാങ്ങുന്ന പ്ലോട്ട് വാങ്ങുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു വീഡിയോ ആണ്. നമുക്കറിയാം, നമ്മളൊരു സ്ഥലം വാങ്ങുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട് അല്ലെ. എന്തൊക്കെയാ ശ്രദ്ധിക്കുക? റോഡുണ്ടോ, അതുപോലെ തന്നെ ശുദ്ധവായു ഉണ്ടോ, അതുപോലെ തന്നെ മറ്റ് അമ്യൂണിറ്റീസ് ഒക്കെ അടുത്തുണ്ടോ, അതുപോലെ തന്നെ അത് ഇൻഡസ്ട്രിയൽ ഏരിയ ആണോ, അങ്ങനെ നമുക്ക് കോമൺ ആയിട്ട് സാധാരണക്കാരന് നോക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മളൊരു വക്കീലോ അല്ലെങ്കിൽ എഞ്ചിനീയർ അടുത്ത് പോയിട്ട് ആധാരത്തിന്റെ ഡീറ്റെയിൽസ്, അതിന്റെ ഓണർഷിപ്പിന് എങ്ങനെ അത് ലഭിച്ചു, അതുപോലെ തന്നെ അതിന്റെ മുന്നാധാരം, അടിയാധാരം, വല്ല ലോണോ മറ്റു കാര്യങ്ങളുണ്ടോ, ഇൻകം സർട്ടിഫിക്കറ്റ്, അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ നോക്കാറുണ്ട്. സാധാരണയായിട്ട് നിലം, നഞ്ച, അതുപോലെ തന്നെ അങ്ങനെ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യും, പൊസഷൻ സർട്ടിഫിക്കറ്റ് വഴിയൊക്കെ ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്യാറുണ്ട്. ഇതൊക്കെ എല്ലാ ഇപ്പോൾ ഉദാഹരണം പറയാൻ ബ്രോക്കർമാർക്കായാലും മേടിക്കുന്ന ആളുകൾക്കും കൊടുക്കുന്ന ആളുകൾക്കും ഇപ്പോൾ അറിയാവുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ നമ്മളൊരു സ്ഥലം മേടിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ജനറലായിട്ട് നോക്കാറ്. പക്ഷെ നമ്മളൊരു സ്ഥലം വാങ്ങുന്നത് പൊതുവേ ഒരു ബിൽഡിങ്ങോ അല്ലെങ്കിൽ വീടോ പണിയാനായിട്ട് ആയിരിക്കും അല്ലെ. പത്രത്തിൽ നമ്മളൊരു ബിൽഡിങ്, ഒരു കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് നമ്മളൊരു പ്രോജക്റ്റ്, ഒരു സൈറ്റ് വാങ്ങുമ്പോൾ കുറച്ച് കാര്യങ്ങളോട് നമ്മൾ അറിയേണ്ടതുണ്ട്. കാരണം ഒരു സാധാരണക്കാരന്റെ ബിൽഡിംഗ് റൂൾസ് അറിഞ്ഞിട്ടല്ല അവർ ആ സ്ഥലം വാങ്ങുന്നത് അല്ലെ. ഈ സ്ഥലത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന കൺസ്ട്രക്ഷൻ പറ്റുമോ എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അതിനാണ് നമ്മൾ സ്മാർട്ട് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷന്റെ സഹായം നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അപ്പൊ സാധാരണ എല്ലാവരും വിചാരം അത് എഞ്ചിനീയേഴ്സിന് മാത്രമാണ് ആക്സസ് ഉള്ളൂ, അവർക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ എന്നുള്ളതല്ല. എല്ലാ സിറ്റിസൺസിനും ഇപ്പോൾ അത് അറിയാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഒരു കാര്യം പറയാണ്, ഇതിന്റെ ഡാറ്റാസ് ഒക്കെ ഇപ്പൊ എൻട്രി ചെയ്ത് വരുന്നേ ഉള്ളൂ, എന്നാലും കുറെ ഡാറ്റാസ് ഒക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ വരും കാലങ്ങളിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് മൊത്തം ഡാറ്റാസ് ഇതിൽ കിട്ടാനുള്ള ചാൻസ് നമുക്കുണ്ട്. അപ്പോൾ അതൊരു അറിഞ്ഞിരിക്കുക. എപ്പോഴും പ്ലോട്ട് മേടിക്കുന്ന ആളുകൾ ഈ സ്മാർട്ടിലൊന്ന് കയറി നമ്മുടെ പ്ലോട്ടിന്റെ ഘടന, അതുപോലെ മറ്റു ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് സെർച്ച് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. ഓക്കെ, ആദ്യം നമുക്ക് വേണ്ടത് നമുക്കൊരു സിറ്റിസൺ ലോഗിൻഷിപ്പ് എടുക്കണം. അതിന് വേണ്ടിയുള്ള പ്രൊസീജിയർ എന്താണെന്ന് പറയാം. നമുക്ക് ആദ്യമായിട്ട് തന്നെ സ്മാർട്ട് എന്ന് ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ആദ്യത്തെ വരുന്ന വിൻഡോയിൽ സ്മാർട്ട് LSGD എന്ന് പറയുന്ന വിൻഡോയിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന വിൻഡോയിൽ നമുക്ക് ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ലോഗിനിൽ നമുക്ക് 3 ഓപ്ഷൻസ് ഉള്ളത്. നമ്മൾ അവിടെ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഓർഗനൈസേഷൻ, അതുപോലെ നമ്മുടെ ലൈസൻസുകളൊക്കെ എടുക്കുന്നത് ഓർഗനൈസേഷൻ ലോഗിൻ എന്നുള്ള സെക്ഷനിലൂടെയാണ്. എംപ്ലോയീസ്, സ്റ്റാഫൊക്കെ എംപ്ലോയി ലോഗിൻ, അതുപോലെ തന്നെ സിറ്റിസൺ, നോർമൽ സാധാരണക്കാരായ ആളുകൾക്കൊക്കെ എല്ലാ സർവീസുകളും ലഭിക്കാനായിട്ട് സിറ്റിസൺ ലോഗിനിലാണ് പോകേണ്ടത്. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ നമുക്കൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അല്ല, നമുക്ക് ഓൾറെഡി ഉണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് മൊബൈൽ നമ്പർ കൊടുത്ത് സെൻഡ് OTP കൊടുത്താൽ മതി. നമുക്ക് വരുന്ന OTP അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പ്രൊഫൈൽ ഓപ്പൺ ആയി വരും. അല്ലാത്ത ആളുകളുണ്ടെങ്കിൽ നമ്മൾ ക്രിയേറ്റ് അക്കൗണ്ട് കൊടുക്കുക. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിനുവേണ്ടി നമുക്ക് അറിയേണ്ടത് നമ്മുടെ ആധാർ നമ്പർ, അതുപോലെ തന്നെ ആധാർ നമ്പർ കണക്ട് ചെയ്തുള്ള മൊബൈൽ നമ്പറിലേക്ക് വരുന്ന OTP ആണ്. അപ്പോൾ അതിന് ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ആധാർ നമ്പർ ഓപ്പൺ ചെയ്ത് വയ്ക്കുക. അതിലേക്കാണ് നമ്മളിപ്പോൾ നമ്മൾ സെൻഡ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഞാൻ എൻ്റെ ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഗെറ്റ് OTP എന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ അതുമായി കണക്ട് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് OTP ഇപ്പോൾ തന്നെ വന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് അതിലേക്ക് ആ വന്നിട്ടുള്ള OTP ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. OTP കൊടുത്തതിന് ശേഷം നമ്മൾ സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ OTP വെരിഫൈഡ് എന്നുള്ള ഒരു മെസ്സേജ് നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ OTP വെരിഫിക്കേഷൻ കഴിഞ്ഞു. എൻ്റെ പേര് അവിടെ വന്നിട്ടുണ്ട്, ഡിസ്പ്ലേ ആയിട്ടുണ്ട്. നമ്മൾ രജിസ്റ്റർ എന്ന് ക്ലിക്ക് ചെയ്യുക. ദെൻ നമ്മളോട് മൊബൈൽ നമ്പറോട് ചോദിക്കുന്നുണ്ട്. മൊബൈൽ നമ്പർ നമുക്ക് നമ്മുടെ ഈ ആധാർ നമ്പറുമായി കണക്ട് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ ഒന്നുകൂടി ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഗെറ്റ് OTP, ശേഷം സബ്മിറ്റ് കൊടുക്കുക. നമുക്ക് OTP ഹാസ് വെരിഫൈഡ് സക്സസ്ഫുൾ എന്ന് വന്നിട്ടുണ്ട്. ദെൻ വാട്സപ്പ് നമ്പർ അവൈലബിൾ ആയ ആളുകൾ വാട്സപ്പ് നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇമെയിൽ ID നമുക്ക് അവൈലബിൾ ആണെങ്കിൽ അതും നമുക്ക് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു അക്കൗണ്ടാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് സ്മാർട്ടിൽ. സോ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ സേവ് കൊടുക്കുക. സോ നമുക്ക് നമ്മുടെ പോർട്ടൽ ഓപ്പൺ ആയി വന്നു. എൻ്റെ ആധാർ കാർഡിലുള്ള ഫോട്ടോയാണ് നമ്മുടെ പ്രൊഫൈലിൽ കാണിക്കുന്നത്. സോ നമ്മുടെ സ്മാർട്ട് ഇനീഷ്യൽ രജിസ്ട്രേഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, നമ്മുടെ ഒരു സിറ്റിസൺ ലോഗിൻഷിപ്പ് നമ്മൾ എടുത്തു, പ്രൊഫൈൽ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഞാൻ പറയാം. നമുക്കൊരു ആധാർ കാർഡിന്റെ ഡീറ്റെയിൽസ് വേണം, അതുമായി കണക്ട് ചെയ്ത മൊബൈൽ നമ്പർ വേണം. ആധാർ കാർഡ് മൊബൈൽ നമ്പർ കണക്റ്റഡ് ആയിരിക്കണം. ഓക്കെ, അതല്ലെങ്കിൽ അത് ആദ്യം തന്നെ അക്ഷയ കേന്ദ്രത്തിൽ പോയിട്ട് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വാട്സപ്പ് നമ്പറും മെയിൽ ID അറിയെങ്കിൽ അതിന് കൂടെ കൊടുത്തിരിക്കാം. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പ്രൊസീജിയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ടാബ് ഓപ്പൺ ആയി വരും. ഒരു സാധാരണക്കാരന്റെ ഒരു ടാബാണ്. അതുപോലെ തന്നെ ആധാർ കാർഡിലെ ഫോട്ടോ ആയിരിക്കും കാണിക്കുന്നുണ്ടാവുക. ഓക്കെ, ഇങ്ങനെ ടാബിൽ അപ്ലിക്കേഷൻസ് എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ അപ്ലിക്കേഷൻസിന്റെ സെക്ഷനിൽ ഇവിടെ കാണിക്കും. നമുക്കിപ്പോൾ അറിയേണ്ടത് നമ്മുടെ പ്ലോട്ടുമായി സംബന്ധിച്ച കാര്യങ്ങളായതുകൊണ്ട് നമ്മൾ അപ്ലൈ എന്നുള്ള സെക്ഷനിലേക്ക് പോകണം. ഇവിടെ നമുക്ക് ബിൽഡിംഗ് പെർമിഷൻസ് എന്നുള്ള ടാബ് ഉണ്ട്, അത് എടുക്കുക. അതെടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ താഴേക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു പ്രോജക്റ്റിന്റെ സ്റ്റാർട്ടിംഗ് എന്ന് പറഞ്ഞാൽ പ്ലോട്ട് മേടിക്കുക അല്ലെങ്കിൽ അത് പർച്ചേസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അത്തരം സാഹചര്യത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ബിൽഡിംഗ് ആ പ്ലോട്ടിലേക്ക് സൂട്ടബിൾ ആണോ എന്നുള്ളത് ഇവിടെ നമുക്ക് ചെക്ക് ചെയ്യാൻ 2 ഓപ്ഷനാണ് ഉള്ളത്. ഒന്ന്
നോ യുവർ ലാൻഡ് എന്ന് പറയുന്ന ഓപ്ഷനും അതുപോലെ തന്നെ കെ മാപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷനും. അപ്പൊ ഈ രണ്ട് ഓപ്ഷൻസ് ആണ് നമ്മൾ കൃത്യമായിട്ട് വളരെ ശ്രദ്ധയോടെ നോക്കേണ്ടത്. അപ്പൊ ഇതിൽ രണ്ടും നമുക്കൊന്ന് വിശദമായിട്ട് പരിശോധിക്കാം. ഓക്കെ, അതിൽ നോ യുവർ ലാൻഡ് എന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലാൻഡുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമുക്കൊരു പ്രിന്റഡ് ഫോർമാറ്റിൽ ലഭിക്കാനാണ് ആ പറയുന്ന ടാബ്. അതുപോലെ തന്നെ കെ മാപ്പ് എന്ന് പറയുന്നത് ഒരു GIS ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഇന്റർഫേസ് ആണ്. ഓക്കെ, അതിൽ നമുക്ക് നമ്മുടെ കേരളത്തിന്റെ മാപ്പ് കാണാം. അതിൽ നമ്മുടെ ബൗണ്ടറീസ് ഒക്കെ അതിൽ വിവിധ കളർ കോഡുകളിൽ കാണിച്ചിട്ടുണ്ടായിരിക്കും. അങ്ങനെയും നമുക്ക് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാൻ ആദ്യം ഇപ്പോൾ കെ മാപ്പിനെ പറ്റിയാണ് പറയുന്നത്. ഇപ്പോൾ കെ മാപ്പ് നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് ഓപ്പൺ ചെയ്യുക. ശ്രദ്ധിക്കേണ്ടത് നല്ല ഇന്റർനെറ്റിന്റെ ഫെസിലിറ്റി ഉണ്ടായിരിക്കണം. ഇത് സൂം ചെയ്യുമ്പോൾ അത് വളരെ നല്ല ക്ലാരിറ്റിയിൽ വരണമെങ്കിൽ നെറ്റ് അവൈലബിലിറ്റി വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. ഓക്കെ, ഇപ്പോൾ ഇത് കേരളത്തിന്റെ മാപ്പാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് ഏതെങ്കിലും ഒരു പ്രത്യേകമായ സ്ഥലം വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് അടിച്ചു കൊടുക്കുക. നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തോട്, ഞാനിപ്പോൾ കോഴിക്കോടാണ്, അതുകൊണ്ട് ഞാൻ കോഴിക്കോട് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇത് മാത്രമല്ല, ടൈപ്പ് ഇവിടെ വേണമെങ്കിലും കൊടുത്തോളൂ, നോ ഇഷ്യൂസ്. അത് അപ്ഡേറ്റഡ് ആണെങ്കിൽ അവിടെ നമുക്ക് കാണിച്ചു തരും. ഓക്കെ, നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിവിടെ സൂം ചെയ്തിട്ട് ആ ഒരു സ്ഥലത്തേക്ക് പോയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ മൗസ് പോയിന്റർ ഉപയോഗിച്ചുകൊണ്ട് സ്ക്രോൾ ചെയ്യാം. അതുപോലെ തന്നെ നീക്കി വയ്ക്കണമെങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നീക്കിയാൽ മതി. ജസ്റ്റ് ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നീക്കി കഴിഞ്ഞാൽ അത് നീക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ സൂം ആയി വരും. പ്രത്യേകം ശ്രദ്ധിക്കുക, ക്ലാരിറ്റി വരണമെങ്കിൽ നെറ്റിന്റെ അവൈലബിലിറ്റി നമ്മൾ ഉറപ്പ് വരുത്തണം കേട്ടോ. എങ്ങനെയാണ് നമുക്ക് ചെക്ക് ചെയ്യാന്നാണ് അടുത്ത സെക്ഷൻ നോക്കണേ. നമുക്ക് ഒരു പ്രൊജക്ട് വരികയാണെങ്കിൽ അവിടെ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് പറയുന്നത്, ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. നമ്മൾ ലേയേഴ്സ് എന്നുള്ള ഓപ്ഷൻ ഇവിടെ കണ്ടോ, ലേയേഴ്സ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി കാര്യങ്ങളോട് കാണിക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ നോക്കുക, വില്ലേജ് എന്ന് പറഞ്ഞാൽ അതിന്റെ ബൗണ്ടറി ആണ് ഇപ്പൊ ഈ നമുക്ക് ഔട്ട്ലൈനിട്ട് കാണിച്ചിരുന്നത്. ഓരോ വില്ലേജിന്റെ ബൗണ്ടറി ലൈൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഞാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ പ്രിവ്യൂ പോയി കഴിഞ്ഞാൽ അവിടെ ഒന്നുമില്ല. ഞാൻ വില്ലേജിൽ കാണണമെങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ വില്ലേജുകളും കൃത്യമായിട്ട് ഒരു പിങ്ക് കളറിൽ കാണിച്ചിട്ടുണ്ട്. ഇപ്പൊ ലെയറിൽ അപ്പുറത്തെ ലെജൻഡ് എന്നുള്ള ഓപ്ഷൻ എടുത്താൽ കാണിച്ചു തരും. ഇത് വില്ലേജിനെ കാണിക്കുന്നത് എന്താണ്, നമ്മുടെ പിങ്ക് ലൈനാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അത് ആവശ്യം കഴിഞ്ഞാൽ അത് വേണമെങ്കിൽ ഓഫ് ചെയ്തിടാം. ഇനി CR-Z സംബന്ധിച്ച കാര്യങ്ങൾ നമുക്ക് അറിയണമെങ്കിൽ CR-Z മാപ്പ് നമുക്കറിയാം. കോസ്റ്റൽ റെഗുലേഷൻ സോൺ അല്ലെ, തീരദേശത്തിനോട് ചേർന്നിട്ടുള്ള നമുക്കറിയാം. ഇപ്പം മരട് ഫ്ലാറ്റ് ഒക്കെ CR-Z സോണിന്റെ പ്രശ്നത്തിൽ പെട്ട് പൊളിച്ചുകളൊക്കെ ഉണ്ടായി. അപ്പോൾ കൂടുതൽ ആളുകൾ അതിനെ പറ്റിയിട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങി. പല പഞ്ചായത്തുകളിലും ഒരു 30% CR-Z സോണിൽ വരുന്ന ഏരിയകളുണ്ട്. CR-Z 1, 2, 3, 4 അങ്ങനെ 4 സോണുകളുണ്ട്. പല സോണുകളിലും കൺസ്ട്രക്ഷൻ അനുവദനീയമല്ല, പല സോണുകളിലും കൺസ്ട്രക്ഷൻ ഉപാധികളുടെ അനുമതി നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ആരും ശ്രദ്ധിക്കാതെ ഒത്തിരി പേർക്ക് പണി കിട്ടുന്നത് നമ്മൾ ഈ അടുത്ത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് മുനിസിപ്പാലിറ്റിയിലെ അവിടുത്തെ രേഖകളിൽ നിന്നൊക്കെയാണ് നമുക്ക് ലഭിച്ചിരുന്നത്. ഇപ്പൊ നമുക്ക് ഇവിടെ നമുക്ക് അവൈലബിൾ ആണ്. നമ്മുടെ CR-Z മാപ്പ് എന്നുള്ളത് നമുക്ക് വിസിബിൾ ആക്കി കഴിഞ്ഞാൽ നമുക്കവിടെ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ അവൈലബിൾ ആയിട്ട് വരും. അപ്പൊ അതിൽ ശ്രദ്ധിക്കേണ്ടത്, CR-Z നമ്മൾ വിസിബിൾ ആക്കുമ്പോൾ നമുക്ക് അതിൽ ലെജൻഡ് എന്നുള്ള ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൽ CR-Z മാപ്പ് നമ്മൾ ബ്ലാക്ക് കളറിലാണ് ഗ്രിഡ് ആയിട്ടാണ് കാണിച്ചു തരുന്നത്. അതവിടെ നമുക്കത് ഗ്രിഡ് ലൈൻസ് ഫോം ചെയ്തിട്ടുണ്ട് CR-Z മാപ്പിന്റെ. ഇപ്പൊ നമുക്ക് അതിൽ CR-Z ബൗണ്ടറീസ് അറിയണമെങ്കിൽ ജസ്റ്റ് ബൗണ്ടറീസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ബൗണ്ടറീസ് വളരെ കൃത്യമായിട്ട് അതിൽ വിസിബിൾ ആയിട്ട് വരും. പല കളറിലാണ് വരുന്നത്. അപ്പോൾ കളർ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ലെജൻഡ് എടുത്ത് നോക്കി അറിയാം ഏതൊക്കെ കളറിൽ ഏതൊക്കെ സോണുകളാണ് ഇവിടെ എന്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ കളർ കോഡ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പറയുന്ന പ്ലോട്ട് ആ കളർ കോഡിൽ പെട്ടതാണോ നമ്മൾ സൂം ചെയ്തിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. അതിൽ വരുന്നില്ല എന്ന് ഉറപ്പ് വരുത്തുക. ഓക്കെ, മെയിൻ ആയിട്ട് CR-Z എല്ലാവരും ചെക്ക് ചെയ്യണത് നല്ലതാണ്. അതുപോലെ തന്നെ EHT ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രാ ഹൈ ടെൻഷൻ ലൈൻ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് അത് എടുക്കാം. അത് എടുത്തു കഴിഞ്ഞാൽ EHT ലൈൻ പോണ ഡീറ്റെയിൽസ് ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ടാവും. CR-Z ബൗണ്ടറി നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം. ഓക്കെ, EHT ലൈൻ ഓൺ ആക്കി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അത്തരം ഓപ്ഷൻസ് ഇവിടെ രേഖകൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിന്റെ കളർ ലെജൻഡ് എടുത്ത് കഴിഞ്ഞാൽ കാണാം. പല വോൾട്ടേജിലുള്ള EHT ലൈൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏത് വോൾട്ടേജ് ലൈനാണ് നമ്മുടെ പ്ലോട്ടിലൂടെ പോകുന്നത്, അടുത്ത് കൂടെ പോകണമെന്ന് കൃത്യമായിട്ട് നമുക്ക് അറിയാൻ സാധിക്കും. ഓക്കെ, EHT ലൈൻ അതുപോലെ തന്നെ ഹൈ ടൈഡ്, ലോ ടൈഡ്, വേലിയേറ്റം അതിന് സാധ്യതയുള്ള ഏരിയകൾ ഇവിടെ ലൈൻ കൊടുത്തിട്ടുണ്ട്. ലെജൻഡ് എടുത്ത് കഴിഞ്ഞാൽ അവിടെ നമുക്കൊരു പിങ്ക് കളറിൽ തന്നെയാണ് അത് കാണിക്കുന്നത്. വിസിബിൾ ആണ് ഹൈ ടൈഡ് ഏരിയകൾ. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ കൺസ്ട്രക്ഷൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്, അത് നമ്മൾ നോക്കുക. അതുപോലെ തന്നെ എയർപോർട്ട് സോൺ, എയർപോർട്ട് അടുത്തുണ്ടെങ്കിൽ അത് നമുക്ക് വിസിബിൾ ആയിട്ട് കാണിച്ചു തരും. അതൊക്കെ ഒരുവിധം എല്ലാവർക്കും ഒരു ധാരണയുണ്ട് എയർപോർട്ട് അടുത്താണെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നം വരുന്നൊക്കെ. അതുപോലെ തന്നെ അതിൽ ലെജൻഡ് എടുത്തു കഴിഞ്ഞാൽ ബ്ലൂ ഓരോ സോൺ ഡിവൈഡ് ചെയ്തുള്ള ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പ്ലോട്ട് നോക്കിയിട്ട് എയർപോർട്ട് അതോറിറ്റിയുടെ പെർമിഷൻ വേണമെന്നുള്ള ഇവിടെ വെച്ച് നമുക്ക് അറിയാൻ സാധിക്കും. CR-Z ബൗണ്ടറി, CR-Z മാപ്പ് ഞാൻ പറഞ്ഞു. ബഫർ സോണിന്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ LS വയനാട്, നമുക്ക് ലാൻഡ് സ്ലൈഡ് ഒക്കെ വരാൻ സാധ്യതയുള്ള ഏരിയകൾ വയനാട് ഏരിയകളിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. പത്രത്തിൽ നമുക്കുണ്ടെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത്തരം കാര്യങ്ങൾ അവിടെ ലെജൻഡ് എടുത്തു കഴിഞ്ഞാൽ ഇതേ പിങ്ക് കളറിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ അവിടെ നിന്ന് കുറച്ച് സം ഡിസ്റ്റൻസ് വിട്ടിട്ടാണ് റൂൾ പറയുന്നുണ്ട് നമുക്ക് അവിടെ കൺസ്ട്രക്ഷൻ അനുവദിക്കുള്ളൂ ലാൻഡ് സ്ലൈഡ് വരുന്ന ഏരിയകൾ കേട്ടോ. അപ്പോൾ അത് നമുക്കവിടെ കൃത്യമായി അതടക്കം നമുക്ക് അവൈലബിൾ ആണെന്ന് അർത്ഥം. ഓക്കെ, പിന്നെ LSTD നമ്മുടെ മുനിസിപ്പാലിറ്റിയുടെ ഇതിൻ്റെയൊക്കെ ബൗണ്ടറി ലൈൻസ് കാര്യങ്ങളൊക്കെ ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യം വരാറില്ല സാധാരണ. മാസ്റ്റർ പ്ലാൻ ഡീറ്റെയിൽസ്, റെയിൽവേ ലൈൻ,
റെയിൽവേ ലൈനിൽ നിന്ന് ഇത്ര ഡിസ്റ്റൻസ് മാറിയിട്ടാണ് റെയിൽവേ ലൈനിൽ നിന്ന് മാറിയിട്ടാണ് അല്ലെങ്കിൽ അവരെ NOC കൂടിയിട്ട് നമുക്ക് അവിടെ കൺസ്ട്രക്ഷൻ അനുവദിക്കുള്ളൂ എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് പറയാം. അപ്പൊ അത് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാനാണ് എന്ത് ഈ പറഞ്ഞ റെയിൽവേ ലൈനിൽ നിന്നുള്ള ടിക്കറ്റ് ഇട്ടാൽ മതി. ഏജന്റ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ അതിന്റെ കളർ കോഡ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, പെട്ടെന്ന് നമുക്ക് വിസിബിൾ ആണ്. അപ്പൊ അത് നമുക്ക് കൃത്യമായിട്ട് നമ്മൾ ചെക്ക് ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ശ്രദ്ധിക്കേണ്ടത് അപ്പൊ ഇതാണ് നമുക്ക് മാപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞപ്പോൾ ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് വിശദമായി വിചാരിക്കുന്നു. നമുക്ക് മൗസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ എവിടെയൊക്കെ ഉണ്ടെന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാനുള്ള ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് സെർച്ചിൽ ആ ഏരിയ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, സൂം ചെയ്ത് നമ്മുടെ പ്ലോട്ടിലേക്ക് കൊണ്ടുപോകുക. ഓക്കെ, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇത് മാപ്പ് എന്ന് പറഞ്ഞ സെക്ഷൻ. അതുപോലെ തന്നെ ഇനി ഇപ്പൊ സാധാരണക്കാരന് ചിലപ്പോൾ ഇത്രയൊന്നും ചിലപ്പോൾ മനസ്സിലായെന്ന് വരില്ല. അപ്പോൾ അവർക്ക് കുറച്ചുകൂടി എടുക്കാൻ എളുപ്പം അപ്ലൈയിൽ ബില്ലിംഗ് പെർമിഷനിൽ എന്താണ് ഞാൻ രണ്ടാമത് പറഞ്ഞിട്ടുള്ള എന്ത് നോ യുവർ ലാൻഡ് എന്നുള്ളതാണ്. അതെടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഈസി ആയിട്ട് കാര്യങ്ങൾ അവർ തന്നെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മുടെ പ്ലോട്ട് എവിടെയാണ് നമ്മളൊന്ന് വരച്ചു കൊടുക്കണം. ഓക്കെ, ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഇപ്പൊ ഇതില് നോ യുവർ ലാൻഡ് എന്ന് പറയുന്നിടത്ത് നമ്മൾ സെർച്ച് എന്നുള്ള ഓപ്ഷനിൽ നമ്മൾ എവിടെയെങ്കിലും പ്ലേസ് അടിച്ചു കൊടുക്കുക. ഓക്കെ, പ്ലേസ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് പ്ലേസ് അടിച്ചു കൊടുക്കുക. പ്ലേസ് എവിടെയെങ്കിലും വന്നിട്ടുണ്ടാവും, അതെവിടെ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ജസ്റ്റ് സൂം ചെയ്തിട്ട് ഏതെങ്കിലും ഒരു പ്ലോട്ട്, ഇപ്പൊ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടുണ്ടോ, ഏതെങ്കിലും ഒരു പ്ലോട്ട് നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, വേക്കൻ്റ് ആയിട്ടുള്ള പ്ലോട്ടൊന്നും കാണാനില്ല, ഒക്കെ ബിൽഡിങ്ങുകളുണ്ട്. ജസ്റ്റ് നമ്മൾ തൽക്കാലം ജസ്റ്റ് ഒരു വീടുണ്ടെങ്കിൽ കൂടി നമ്മളൊന്ന് ജസ്റ്റ് ഇവിടെ ഒരു ചെറിയൊരു പ്ലോട്ട് പോലെ തോന്നുന്നു, നമ്മുടെ അതാണെന്ന് വിചാരിക്കാം. ഓക്കെ, നമ്മൾ സൂം ചെയ്ത് കണ്ടുപിടിക്കണം കേട്ടോ അവരവരെ പ്ലോട്ട്. ഓക്കെ, നമുക്കത് വരച്ചു കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മൾ എഡിറ്റ് എന്നുള്ള ഓപ്ഷൻ കണ്ടോ, താഴെ പ്രിന്റ് എഡിറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. എഡിറ്റ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക. അതിൽ നമുക്ക് പ്ലോട്ട് എടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ പ്ലോട്ട് നമുക്ക് വരച്ചു കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് പ്ലോട്ട് നമ്മളിങ്ങനെ വരയ്ക്കുക. വന്നിടത്ത് തന്നെ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ പറയുന്ന പ്ലോട്ട് അവിടെ ലൈൻഡ് ആയിട്ടുണ്ട്. പ്രൊജക്റ്റിന് വല്ല നെയിം ഉണ്ടെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. റെസിഡൻഷ്യൽ എന്തെങ്കിലും നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ അവിടെ എന്ത് ബിൽഡിംഗ് ആണ് പണിയാൻ ഉദ്ദേശിക്കുന്നത്, അതിന്റെ ഹൈറ്റ് ഇപ്പൊ ഒരു 7 മീറ്റർ ആണെങ്കിൽ 7 മീറ്റർ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. 10 ആണെങ്കിൽ 10 മീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്തിനാ വെച്ച് കഴിഞ്ഞാൽ ഹൈറ്റ് ഓഫ് ബിൽഡിംഗ് വളരെ ഫാക്ടറാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ ഹൈറ്റ് നമ്മൾ കൃത്യമായിട്ട് അതായത് നമുക്ക് ഇപ്പോൾ അല്ല ഭാവിയിൽ പണിയുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ഉൾപ്പെടുത്തിയിട്ടുള്ള ഹൈറ്റ് കൊടുത്തോളൂ. കാരണം നമുക്ക് വെരിഫൈ ചെയ്യാൻ നല്ലതല്ലേ. ഹൈറ്റ് കൊടുക്കുക. അതുപോലെ തന്നെ ഇതിൽ പ്ലോട്ട് ഏരിയ ഡീറ്റെയിൽസും അതിന്റെ നമ്മൾ വരച്ച പ്ലോട്ടിന്റെ ഏരിയ ഒക്കെ ഇവിടെ M-സ്കോറിൽ വരുന്നുണ്ട്. നിങ്ങൾ ആലോചിക്കുക, ഒരു പ്ലോട്ടിന്റെ ഏരിയ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇവിടെ നിന്ന് തന്നെ എടുക്കാൻ പറ്റുന്നുണ്ട്, സൈറ്റിൽ പോകാതെ തന്നെ. പിന്നെ ഡിസ്ട്രിക്ട്, താലൂക്ക്, അതിന്റെ എല്ലാ ഡീറ്റെയിൽസിൽ കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്. എയർപോർട്ട് സോണിൽ പെട്ടതാണ് കോഴിക്കോട് എയർപോർട്ട് സോൺ ഇവിടെ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്ലൂ സോൺ ഉണ്ടെങ്കിൽ അതിന്റെ ഏത് സോണാണ് ആ സോണിന്റെ കളർ കോഡ് എഴുതിയിട്ടുണ്ട്. പിന്നെ പെർമിസിബിൾ ഹൈറ്റ് ഇവിടെ എഴുതിയിട്ടുണ്ട്. കണ്ട എല്ലാ ഡീറ്റെയിൽസ് ഇതിൽ തന്നെ പറയുന്നുണ്ട്. റെയിൽവേ സോണിൽ പെട്ടതല്ല. ഡിസ്റ്റൻസ് ഇപ്പം എത്ര ഡിസ്റ്റൻസിലാണ് കിടക്കുന്നത് ആ ഡിസ്റ്റൻസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. NOC എടുക്കണോ അവര് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇതുപോലെ തന്നെ NOC എയർപോർട്ട് അതോറിറ്റി വേണോ ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സാധാരണക്കാരുടെ ഇവിടെ കൃത്യമായിട്ട് നോക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. കോസ്റ്റൽ റെഗുലേഷൻ സോൺ ആ ബൗണ്ടറികളൊന്നും ഇല്ല, അതുപോലെ അതിന്റെ ആവശ്യം വരത്തില്ല. ലാൻഡ് സ്ലൈഡ് പ്രോൺ ഏരിയ അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇലക്ട്രിക്കൽ ട്രാൻസ്മിഷൻ ലൈൻസ് ഇതൊക്കെ നമുക്ക് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഓക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് നമ്മൾ ക്രിയേറ്റ് കൊടുത്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ആ പറയുന്ന വരച്ചത് നമുക്കൊന്ന് സെറ്റ് ആയിട്ടുണ്ടാവും. ഇനി നമുക്ക് ആവശ്യമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പ്രിന്റ് അടിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. പ്രിന്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിന് ശേഷം നമ്മൾ പ്രിന്റ് റിസൾട്ട് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതില് ആദ്യത്തെ ഇപ്പോൾ ഇതിൽ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. പ്രിപ്പയർ ചെയ്ത് വന്നതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, നമുക്കത് സിമ്പിൾ ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് പ്രിന്റ് അടിച്ച് അത് എടുത്തു വെക്കാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. നമ്മൾ വരച്ച പ്ലോട്ടിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. NOC വേണമെന്നുള്ള എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. കണ്ടോ, വളരെ ഡീറ്റെയിൽ ആയിട്ടാണ്, നമ്മളൊന്നും ചെയ്യാതെ തന്നെ നമുക്ക് എല്ലാ ഡീറ്റെയിൽസ് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തെങ്കിലും തരത്തിൽ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടില്ലാതിരിക്കാൻ എല്ലാവരും, ഇപ്പോൾ ഈവൻ ബ്രോക്കേഴ്സ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ മേടിക്കുന്ന ആളുകളും അത് കൊടുക്കുന്ന ആളുകളൊക്കെ അവരവരെ പ്ലോട്ടിന്റെ ഒരു ഗതി, അവരെ പ്ലോട്ടിന്റെ ഒരു ഡീറ്റെയിൽസ് ഒരു എഞ്ചിനീയറോട് ചോദിക്കാതെ തന്നെ ഇങ്ങനെ നമുക്ക് കളക്ട് ചെയ്തിട്ട് അതിനനുസരിച്ചിട്ട് നമുക്ക് സെയിൽസും കാര്യങ്ങളൊക്കെ നടത്താവുന്നതാണ്. കാര്യം വളരെ സിമ്പിൾ ആണെങ്കിൽ കൂടിയും ഒരു കമ്പ്യൂട്ടർ അറിയാവുന്ന ഏതൊരു ആൾക്ക് ഇത് കൃത്യമായി ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഏതൊരു അറിവും ചെറുതല്ല. കാരണം ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ അവരവരുടെ സ്വപ്നങ്ങൾ പലതും വിരിയാതിരിക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. അതുകൊണ്ടാണ് ഇത് കൃത്യമായിട്ട് ഇത് സ്റ്റഡി ചെയ്തിട്ട് തന്നെ ചെയ്യണമെന്ന് നമ്മൾ പറയാൻ കാരണം. ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ തോന്നുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലീസിലേക്കും ഇത് ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.